ഹായ് ഫ്രണ്ട്സ്, PSC എക്സാമുകളിൽ ഇംഗ്ലീഷിന് തീർച്ചയായിട്ടും ഒരു മാർക്ക് കിട്ടുന്ന ഒരു ഭാഗമാണ് ഈഫ് ക്ലോസ്. 3 റൂളുകൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഈഫ് ക്ലോസിൽ നിന്ന് ഒരു മാർക്ക് നമുക്ക് തീർച്ചയായിട്ടും നേടാവുന്നതാണ്. ഫസ്റ്റ് റൂൾ എന്ന് പറയുന്നത് ഈഫിനൊപ്പം V1 വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് വരുന്നത് എങ്കിൽ, അതായത് സിമ്പിൾ പ്രസന്റ് ആണ് എങ്കിൽ മെയിൻ ക്ലോസ്, ഈഫ് ക്ലോസിന് ശേഷം വരുന്ന ഭാഗമാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. മെയിൻ ക്ലോസിൽ ആൻസർ എന്ന് പറയുന്നത് വില്ല് ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ ഇവയിൽ ഏതെങ്കിലും പ്ലസ് V1 വെർബിന്റെ ഫസ്റ്റ് ഫോം. ഈഫ് പ്ലസ് V1 ആണെങ്കിൽ വിൽ ഷാൾ ക്യാൻ മേ പ്ലസ് V1. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ഈഫിനൊപ്പം V2 വെർബിന്റെ രണ്ടാമത്തെ ഫോം ആണ് വരുന്നതെങ്കിൽ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ആയിരിക്കും. ഈഫ് പ്ലസ് V2 വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. നെക്സ്റ്റ് തേർഡ് റൂൾ എന്ന് പറയുന്നത് ഈഫ് പ്ലസ് ഹാഡ് V3 ആണ് ഈഫിനൊപ്പം വരുന്നതെങ്കിൽ ആൻസർ എപ്പോഴും വുഡ് ഹാവ് V3 ആയിരിക്കും. വുഡ് ഹാവ് V3. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് ഹി ഡാഷ് എ ഫസ്റ്റ് ക്ലാസ്. ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ് ഹാർഡ് ഹി ഡാഷ് എ ഫസ്റ്റ് ക്ലാസ്. ആൻസർ വുഡ് ഹാവ് ഗോട്ട്. would have got. ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് തേർഡ് റൂൾ ആണ്. ഈഫിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ ഹാഡ് സ്റ്റഡീഡ്, സ്റ്റഡി എന്നുള്ളതിന്റെ V3 ആണ് സ്റ്റഡീഡ്. ഹാഡ് സ്റ്റഡീഡ് വന്നു, അപ്പൊ തേർഡ് റൂൾ ആണ് വരുന്നത്. തേർഡ് റൂൾ എന്ന് പറയുന്നത് വുഡ് ഹാവ് V3 ആണ്. വുഡ് ഹാവ് V3 വരുന്ന ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, വുഡ് ഹാവ് ഗോട്ട്. സോ ആൻസർ എന്ന് പറയുന്നത് വുഡ് ഹാവ് ഗോട്ട് എ ഫസ്റ്റ് ക്ലാസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹി ഡാഷ് if you had called him. He dash if you had called him. Answer would have come. Would have come. ഇവിടെയും തേർഡ് റൂൾ തന്നെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഈഫിന് ശേഷം ഹാഡ് കോൾഡ് ആണ് വന്നിരിക്കുന്നത്, അതായത് ഹാഡ് V3. അപ്പൊ ആൻസർ വുഡ് ഹാവ് V3 ആണ്. വുഡ് ഹാവ് V3 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, വുഡ് ഹാവ് കം. അപ്പോൾ ആൻസർ he would have come if you had called him. Next question, if he went there dash. If he went there dash. Answer he would meet her. He would meet her. ഇവിടെ രണ്ടാമത്തെ റൂളാണ്. രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഈഫിനൊപ്പം V2 വന്നു കഴിഞ്ഞാൽ വുഡ് ഷുഡ് കുഡ് മൈറ്റ് ഇവയിൽ ഏതെങ്കിലും പ്ലസ് V1. ഇപ്പോൾ ഇവിടെ വുഡ് ഉണ്ട്, ഇനി V1 വരുന്നത് നോക്കിയാൽ മതി. V1 വരുന്നത് മീറ്റ് ആണ്, ഹി വുഡ് മീറ്റ്. അപ്പോൾ ഹി വുഡ് മീറ്റ് ഹെർ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഹി ഇൻവൈറ്റഡ് ഡാഷ്. ഇഫ് ഹി ഇൻവൈറ്റഡ് ഡാഷ്. ആൻസർ ഷീ വുഡ് കം. ഷീ വുഡ് കം. ഇവിടെയും സെക്കൻഡ് റൂൾ ആണ്, ഈഫിന് ശേഷം V2 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആൻസറിൽ വുഡ് ആണുള്ളത്. വുഡിന് ശേഷം V1 വരുന്ന ഓപ്ഷൻ നോക്കുക. വുഡിന് ശേഷം V1 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ഷീ വുഡ് കം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു സ്റ്റഡി വെൽ ഡാഷ്. ഇഫ് യു സ്റ്റഡി വെൽ ഡാഷ്. ആൻസർ യു വിൽ ഗെറ്റ് ഫസ്റ്റ് റാങ്ക്. യു വിൽ ഗെറ്റ് ഫസ്റ്റ് റാങ്ക്. ഇവിടെ ഫസ്റ്റ് റൂൾ ആണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഈഫിന് ശേഷം സ്റ്റഡി എന്നുള്ളത് V1 ആണ്, ഫസ്റ്റ് ഫോം ആണ് വെർബിന്റെ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് വില്ല്. ഇവിടെ വില്ല് ആയതുകൊണ്ട് വില്ലിന് ശേഷം V1 വരുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, യു വിൽ ഗെറ്റ് ഫസ്റ്റ് റാങ്ക് എന്നുള്ളതാണ്. അപ്പോൾ ആൻസർ യു വിൽ ഗെറ്റ് ഫസ്റ്റ് റാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് യു വർക്ക് ഹാർഡ് ഡാഷ്. ഇഫ് യു വർക്ക് ഹാർഡ് ഡാഷ്. ആൻസർ യു വിൽ പാസ്. യു വിൽ പാസ്. ഇവിടെയും ഫസ്റ്റ് റൂൾ തന്നെയാണ് വരുന്നത്. വർക്ക് ഹാർഡ് എന്നുള്ളത് ഇഫ് യു വർക്ക് എന്നുള്ളത് എന്താണ്, V1 ആണ്. അപ്പോൾ നമുക്കവിടെ V1 വരുന്നത് തന്നെ വേണം, വില്ല് V1. വില്ലും V1ഉം വരുന്ന ഒരെണ്ണേ ഉള്ളൂ, യു വിൽ പാസ് എന്നുള്ളത്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.